ഹായ് ഓൾ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെത്തിയുടെ മുഠിയായ ഉണ്ടാക്കുന്നത്. ഇവിടെ ട്രഡീഷണലായിട്ട് ഉത്തരായണ ദിവസം ഇതുപോലെ മുഠിയായിട്ട് കൂട്ടാനുണ്ടാക്കും. ഉന്തിയു എന്നാണ് പറയുന്നതിന്. അപ്പോൾ നമ്മൾ മുഠിയ എങ്ങനെ റെഡിയാക്കി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗോതമ്പ് നുറുക്കുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ച് തരിയത്തോടെ പുട്ടിൻ്റെ പൊടി പരുവത്തിന് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കടലപ്പൊടിയും, പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് നോർമൽ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ പൊടി നമുക്ക് 1/2 കപ്പ് അതും വേണം. അപ്പോൾ അത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് അയമോദകം, പിന്നെ നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് എള്ള്, പിന്നെ നമുക്ക് 1/4 സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് അത് 1.5 ടീസ്പൂൺ ഉണ്ട്, അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ആണെങ്കിൽ പച്ച വെളുത്തുള്ളി നിങ്ങളുടെ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കുക. അത് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ്. എനിക്കത് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇപ്പം അത് വെളുത്തുള്ളി അത് ചേർത്തിട്ടില്ല. ഞാൻ പച്ച വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും മാത്രം ചതച്ചിട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ആദ്യം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഇരിക്കും വെളുത്തുള്ളി. ഇവിടെ ഞങ്ങൾക്ക് ഈ സീസൺ സമയത്ത് ഇത് കിട്ടും, പച്ച വെളുത്തുള്ളി. ഇതുപോലൊക്കെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് നിങ്ങളിത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ മറ്റേ വെളുത്തുള്ളി നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അഥവാ ഇത് കിട്ടുന്നില്ലെങ്കിൽ മറ്റേ വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും പച്ചമുളകും കൂട്ടത്തിൽ നമുക്ക് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് അരിഞ്ഞ മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കണം, ചെറുതായി അരിഞ്ഞത്. പിന്നെ നമുക്ക് ഉലുവായില 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി വാഷ് ചെയ്ത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞത്, അതും കൂടെ നമുക്ക് അതിനകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് തിരുമ്മി വേണം കുഴച്ചെടുക്കാനായി. നല്ല ടൈറ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. ഉലുവായിൽ നിന്ന് ഇറങ്ങുന്ന അത്രയും വെള്ളം കൊണ്ട് നമുക്കത് കുഴച്ചെടുക്കണം. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളത് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. അതിൻ്റെ പകരം നമുക്ക് മോര് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ കുറച്ച് മോരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കപ്പ്. അതുകൊണ്ട് ഞാൻ തൊട്ട് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നന്നായിട്ട് തിരുമ്മി നമ്മൾ കുഴച്ചെടുക്കണം. പിന്നെ ആവശ്യം നമുക്ക് കുറേശ്ശെയായിട്ട് മോരും കൂടെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോസ് ഞാൻ നേരെ തന്നെ ആദ്യം തന്നെ ഇതിന് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ കിട്ടും നിങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടാൽ മതി. അത് നല്ല ഹോം മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ എത്ര നല്ലതായിട്ട് ഗരം മസാല നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. നമുക്കൊന്ന് ടൈറ്റായിട്ടിത് കുഴച്ചെടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അന്നേരം നമുക്കിത് വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്ക് ചെറിയ മുട്ടിയുടെ ഷേപ്പിലാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇത് നമ്മളിത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഉലുവായിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ നമ്മുടെ ഡോ ലൂസാവാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് കണക്ക് ചെറിയ ബോൾസാക്കി ഇതുപോലെ ഉരുട്ടി ഇതുപോലെ നീളനായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇത് കണക്ക് എല്ലാം മുട്ടിയാൽ ഞാൻ റെഡിയാക്കി എടുക്കാം. നമുക്ക് എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്ത് കോരി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കോരി എടുക്കൽ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കോരിയാൽ അത് പെട്ടെന്ന് പുറത്തുനിന്ന് ഗോൾഡൻ ബ്രൗൺ ആവും, ഉള്ളിൽ നിന്ന് പച്ചയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരി എടുക്കാൻ. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഇട്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
അതുകൊണ്ട് ഒരു സൈഡ് ആയതിന് ശേഷമേ തിരിച്ചിടാവുള്ളൂ. ഇനി നമ്മുടെ മുഠിയ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മുഠിയ കൂട്ടാൻ്റെ കൂടെ തന്നെയല്ല, ചായയുടെ കൂടെ സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുഠിയ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഈ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ഫ്രണ്ട്സ്. ഹാപ്പി ഉത്തരായൻ.